ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാളെ ഞങ്ങൾക്ക് സെക്കൻഡ് ഓഫ് BMSൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് നൈറ്റ് പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഒരുപാട് ടോപ്പിക്സ് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാത്രിയായപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം വാട്സപ്പ് മെസ്സേജസ് ആയിട്ട് വന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടാണ് കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്തു. എന്തൊക്കെ ഓർമ്മ വരില്ല എന്നൊന്നും അറിയില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആയുർവേദ പോർഷൻ മാത്രമല്ലല്ലോ, മോഡേൺ ഫാർമക്കോളജി ഉണ്ട്. അത് കുറച്ചുകൂടെ ട്രിക്കിയാണ്. എക്സാമാണ്, ഫസ്റ്റ് ഡേ ഓഫ് എക്സാം. സോ ഇതാണ് ഞങ്ങളുടെ എക്സാമിനേഷൻ ഹാള്. ഇവിടെ മൊത്തത്തിൽ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാമിന് മുമ്പ് ഞാൻ ആദ്യം പോയി ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ധന്വന്തരി ഭഗവാന്റെ ഒരു ശില്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നിട്ടാണ് എക്സാമിന് വേണ്ടി പോയത്. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് റൂമിൽ വന്ന് പോകാനുള്ള തത്രപ്പാടിലാണ്. ഹാൾ ടിക്കറ്റ്, ID കാർഡ്, പിന്നെ പെൻസില്, പെന്ന്, അതെല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അതിനകത്ത് വാട്ടറൊന്നും അലൗഡല്ല, പക്ഷേ നമുക്ക് വാട്ടർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ID കാർഡ് എപ്പോഴും മസ്റ്റാണ്. പിന്നെ താഴെ വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നു, ആർച്ചദൂരിയിരിക്കുന്നു. പിന്നെ ഞാൻ അപ്പോഴേക്കും ഫ്രണ്ടിൽ ഞങ്ങൾ ശ്ലോകപാരായണം തുടങ്ങി കാരണം ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അനാട്ടമി ലാബ് തുറന്ന് നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കുറേ കാലത്തിന് ശേഷം കേട്ടോ അനാട്ടമി ലാബിലോട്ട് കയറുന്നത്. ഇവിടെയാണ് ഞങ്ങളിരുന്ന് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചത് എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എക്സാമിന് സമയമായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാവേ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വരുന്നുണ്ട്. സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ, രണ്ട് തരത്തിലുള്ള വികാരങ്ങളുമുണ്ട്. എൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം. ഇതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ദെൻ ഓവർ ടു മൈ റിവ്യൂ. സോ അപ്പോൾ ഫസ്റ്റ് പേപ്പർ എക്സാം കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. പിന്നെ കുറച്ച് സമയം എനിക്ക് സ്പീഡ് കുറവായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് എത്തത്തില്ല ഞാൻ. പക്ഷെ എന്നാലും ഒരുവിധം എഴുതി എന്നാണ് വിശ്വാസം. പിന്നെ അതിനകത്ത് MCQ ഉണ്ട്. ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് MCQ ആണ്. അപ്പോൾ അതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ ടെക്സ്റ്റിൽ അത് വെക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തരതമഭാവ ഒപ്പിപ്പാക, അതൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെയുള്ള ഹെഡിങ്സ് തന്നെയായിരുന്നു. ഓക്കെ, നൈസ് പേപ്പർ, അത്രയൊക്കെ ഉള്ളൂ.